ദൈവം നൽകണത് വാഗ്ദാനമായിട്ടാണ്. എല്ലാ വചനങ്ങളും ദൈവവചനങ്ങളും അതിൻ്റെ ഉള്ളിൽ ഒരു ദാനം ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനത്തെ നമ്മൾ വാക്കിൻ്റെ ഉള്ളിലെ ദാനം, വാഗ്ദാനം എന്ന് പറയണത്. ഇംഗ്ലീഷിൽ നമ്മൾ പ്രോമിസ് എന്ന് പറയും, സെക്കുലറായിട്ട് പ്രോമിസ് എന്ന് പറയും. ഈ വാഗ്ദാനങ്ങൾ മനുഷ്യന്മാർ ചെയ്യണത്, ഈ വാഗ്ദാനം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ അനുഭവ തലം എന്ന് പറയുന്നത് വാഗ്ദാനം പ്രാപിക്കുകയാണ്. വാഗ്ദാനം പ്രാപിക്കുകയാണ്. വാക്കിൻ്റെ ഉള്ളിൽ പ്രൈം ആയിട്ടുള്ള ഒരു ദാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. എല്ലാ വാക്കിലും ക്രിസ്തു ശക്തിയായിട്ടുണ്ട്. ഈ ക്രിസ്തുവിനെ പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ 4 മാർഗങ്ങൾ ഉപയോഗിക്കും. ഒന്ന് വിശ്വാസം, രണ്ടാമത്തത് പ്രത്യാശ, പിന്നെ ദൈവസ്നേഹം, പിന്നെ ഭയങ്കര ടഫ് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള വിഷയമാണെങ്കിൽ നമ്മൾ സമർപ്പണം ഉപയോഗിക്കും. ക്രിസ്തുവൊക്കെ അവസാനം ഉപയോഗിച്ച സമർപ്പണമാണ്. മരണത്തിൻ്റെ മുഖത്ത് ഇനി ഭൗതികമായി റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് കണ്ട സമയത്ത് ഈശോ പറഞ്ഞു, ഐ കമൺ മൈ സ്പിരിറ്റ് എന്ന് പറയും. അത് സമർപ്പണം. 4-മത്തത് വിശ്വാസ ജീവിതത്തിൻ്റെ 4-മത്തെ മുറയാണത്. ഇതിലെല്ലാം കൂടി വരണത് ഈ വിശ്വാസത്തിലൂടെ അത് പ്രഖ്യാപിക്കുമ്പോൾ, പ്രത്യാശ പ്രഖ്യാപിക്കുമ്പോൾ, ദൈവസ്നേഹം പ്രഖ്യാപിക്കുമ്പോൾ, സമർപ്പണം പ്രഖ്യാപിക്കുമ്പോൾ, അതെല്ലാം ഒരു മെത്തേഡാണ്. എന്തിനാണ്? ഈ വാഗ്ദാനത്തെ പുൾ ഔട്ട് ചെയ്യാൻ. പ്രോമിസ് എന്ന വാക്കിന് പോലും ലത്തീനിൽ പ്രമിത്തരെ എന്നാണ് പറഞ്ഞത്. പ്രമിത്തരെ, ദാറ്റ് മീൻസ് ടു പുൾ ഔട്ട്, പുറത്തെടുക്കുക. ഉടമ്പടി വാഗ്ദാനങ്ങളെ പുറത്തെടുക്കുന്ന പദ്ധതി പ്രയോഗമാണ്. വാഗ്ദാനങ്ങളെ നമ്മൾ പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് മരിയൻ മെത്തേഡാണ്. എന്താണ്? ചൊല്ലുകയല്ല, ചെയ്യുക. അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം ചെയ്യുന്ന വിഷയങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്താലും വിശ്വാസം വേണം, പ്രത്യാശ വേണം, ദൈവസ്നേഹം വേണം, പിന്നെ ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ് എന്ന് പറയുന്ന അമ്മയുടെ സമർപ്പണം വേണം. 30-ാം സങ്കീർത്തനം 5-ാം തിരുവചനം, ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. അപ്പൊ വാഗ്ദാനത്തിൽ ഒരു വിശ്വാസം അർപ്പിക്കണത് എന്താണ്? പ്രത്യാശയാണ്. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രത്യാശ മാത്രമല്ല, അത് ഓൾഡ് ടെസ്റ്റമെന്റ് കാലഘട്ടമാണ്. ക്രിസ്തുവിന്റെ കാലഘട്ടം വരുമ്പോൾ വിശ്വാസവും പ്രത്യാശയുടെ അപ്പുറത്ത് ക്രിസ്തു സ്നേഹത്തെ പ്രതിഷ്ഠിക്കും. അല്ലേ? എന്ത് ക്രിസ്തു പറയും? പുതിയ നിയമത്തിന്റെ കാലം വരുമ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ആധ്യാത്മിക ജീവിതത്തിന്റെ ലക്ഷ്യമായാലും ഉടമ്പടിയുടെ ലക്ഷ്യമായാലും ഈ വാഗ്ദാനം പുറത്തെടുത്ത് വാഗ്ദാനം പ്രാപിക്കുന്ന ലക്ഷ്യമായാലും എന്തായിരിക്കണം? അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വിശ്വാസത്തിനേക്കാൾ നിങ്ങൾ ഉയരണം. വിശ്വാസത്തിനൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസം ആധ്യാത്മികമായിട്ട് മറ്റ് പുണ്യങ്ങളോളം ഒരു പവറില്ലാത്തതാണ് വിശ്വാസത്തിന്. കാര്യം വിശ്വാസം ദൈവത്തിൻ്റെ പദ്ധതികളെ അധികം മാനിക്കത്തില്ല. ഞാൻ വിശ്വസിച്ചു, എന്നെ രക്ഷിക്കണം. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സഫറിങ് കണ്ടന്റ് ഉണ്ടെങ്കിൽ വിശ്വാസം അത് മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ സ്നേഹമാണെങ്കിൽ സകലതും ക്ഷമിക്കും. അതിൻ്റെ ഇടയ്ക്ക് ക്ഷമയുടെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ സ്നേഹം അത് അക്സെപ്റ്റ് ചെയ്യും. 1 Corinthians 13:7 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 Corinthians 13:7 സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. അപ്പൊ സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞ 1 Corinthians 13:7 സങ്കീർത്തനം 30:5 കണക്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാനം പ്രാപിക്കാൻ സകലതും വിശ്വസിക്കുന്ന, സകലതും പ്രത്യാശിക്കുന്ന സ്നേഹത്തെയാണ് നമ്മൾ
ഈ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. യു ഗോട്ട് ദ പോയിന്റ്? ക്ലിയർ അല്ലേ? ഇതെല്ലാക്കുറിച്ച് വളരെ കൃത്യമായ കാര്യം. ഉടമ്പടി നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയുടെ കാലം എന്ന് പറയുന്നത് കരിസ്മാറ്റിക് കാലമല്ലേ ശരിക്കും. ഇപ്പോൾ ഉടമ്പടി നിങ്ങൾ നോക്കിയ കൃപാസന വന്നറിയാം. അതായത് ഉടമ്പടിയിലിരിക്കുന്ന 60% പേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഡിഗ്രി ഉള്ളവർ ആണ്. പക്ഷെ അവർക്കുള്ള അഡൽട്ട് കാറ്റഗറിസമാണ് ഞാൻ ഈ പറയണത്. അവർക്കുണ്ടാകുന്ന കാറ്റഗറീസ്, അവർക്ക് അതിനെക്കുറിച്ച് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾക്കത് റീസണബിളായിട്ട് തോന്നും. അപ്പം നിങ്ങൾ അതിൻ്റെ അകത്ത് വളരെ മാത്തമാറ്റിക്കലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സ്നേഹത്തിൽ വളരണം. സ്നേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണ്? സകലതും ക്ഷമിക്കുന്നു, അതുപോലെ തന്നെ സകലതും സഹിക്കുന്നു, എല്ലാത്തിനെയും അതിജീവിക്കുന്നു. ഈ അതിജീവനം എന്ന് പറയണത് സ്നേഹത്തിൻ്റെ ഒരു അഭിഷേക ഫലമാണ്. സ്നേഹം അഭിഷേകമായി കഴിയുമ്പോൾ എല്ലാ പുണ്യങ്ങൾക്കും ഒരു അറിവിൻ്റെ തലമുണ്ട്, ഒരു അഭിഷേക തലമുണ്ട്. ആ പുണ്യത്തിൽ ഇങ്ങനെ പുരോഗമിച്ച് കഴിയുമ്പോൾ അഭിഷേക തലം വരും. അഭിഷേക തലമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിജീവനം വരും. എല്ലാത്തിനെയും അതിജീവിക്കും സ്നേഹം. പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളെ പ്രാപിക്കുന്നതിനായി എല്ലാത്തിനെയും അതിജീവിക്കുന്ന ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. സ്നേഹരാജാവേ, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അച്ഛൻ ആദ്യം എന്താ പറഞ്ഞത്? നിങ്ങളെ ഉടമ്പടിയിൽ നേർച്ച വസ്തുക്കളുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ബിബ്ലിക്കലാണ്. ഉടമ്പടി പ്രകാരം ദൈവം കൽപ്പിച്ചു നൽകിയിട്ടുള്ള ഭൗതിക മാധ്യമങ്ങളാണ് ഉപ്പ്, പിന്നെന്താണ്? തൈലം. ഉടമ്പടി കാശുരൂപ ജ്ഞാപകമായിട്ട് ഉടമ്പടി നെറ്റിക്കണിഞ്ഞത് നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്നു, കഴുത്തിൽ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യണത് അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. ബൈബിൾ ഇവരും പ്രവർത്തിക്കുന്നത് അവനവൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ്. കപ്പാസിറ്റി ഒരു പ്രോബ്ലമാണ്. ആധ്യാത്മിക ജീവിതം നിങ്ങളെ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് വർദ്ധിക്കണം. യോഹന്നാൻ 1:12 ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:12. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, അതന്നെ ഒന്ന് പറഞ്ഞ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പൊ കഴിവെന്നും പറഞ്ഞ കപ്പാസിറ്റി, എബിലിറ്റി ഉണ്ട്. ഈ എബിലിറ്റി ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഞായറാഴ്ചത്തെ എബിലിറ്റി പോരാ, തിങ്കളാഴ്ച ഇത് വളരണം. ഇത് വളർന്നില്ലെങ്കിൽ പിന്നെ എന്താണുള്ളത്? സ്റ്റാറ്റിക്കായിട്ടുള്ള അവസ്ഥയില്ല, പിന്നെ കോട്ടമാണുള്ളത്. വളർന്നില്ലെങ്കിൽ തളർച്ചയുള്ളത്. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഒരു സ്റ്റാറ്റിക്കായിട്ടുള്ള ഒരു കേവലം നിലനിൽപ്പില്ല. വളർച്ച എന്ന് പറഞ്ഞു പോയാൽ പിന്നെന്താണ്? വളർന്നില്ലെങ്കിൽ പിന്നെന്താണ്? പിന്നെ മുരടിപ്പെന്നാണ് പറയണത്, അല്ലേ? അത് തളർച്ചയാണ്. വളരാത്തൊരു വസ്തു എന്താണ്? മുരടച്ച നിൽക്കണമെന്ന് പറയും. എന്നുവെച്ചാൽ അത് തളർച്ചയാണ്. അപ്പം ഇത് മുന്നോട്ടായി നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഉടമ്പടിയിലൂടെ. അല്ലാതെ ഇന്ന് കുറച്ച് പ്രാർത്ഥിച്ച് നാളെ 2 കല്യാണത്തിൽ പോയി ബിരിയാണി അടിച്ചിട്ട് വെള്ളം ഒടിച്ച് പിന്നെ അടുത്ത ആഴ്ച പോയി കുമ്പസാരിച്ച് പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഉടായിപ്പാണെന്ന് ദൈവത്തിന് നിങ്ങൾക്ക് പറ്റേണ്ട ഒരു അബദ്ധം എന്താണെന്നറിയാമോ? ദൈവത്തെ പൊട്ടം കളിച്ചിട്ട് ആക്കിയിട്ട് സ്വന്തമായിട്ട് പൊട്ടനാവും. നിങ്ങൾ ഉടമ്പടിയെ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് കുറേ ആൾക്കാർ പെട്ടെന്ന് ദൈവം ഇടപെടാൻ തുടങ്ങുന്നത്? ഉടമ്പടി എടുക്കുക, അവർ വന്നിട്ടില്ല ഇവിടെ, ആലപ്പുഴ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ. അതായത് നിങ്ങളെ സത്യസന്ധരാണെങ്കിൽ ദൈവം ഏത് മാർഗം ഉപയോഗിക്കും. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അവരെ ദൂരെ ഉള്ളവരാണ്, അവർക്ക് ഇവിടെ വരണം. പക്ഷെ ആലപ്പുഴ കണ്ടിട്ടില്ല, ആലപ്പുഴ വന്നിട്ടില്ല. അപ്പം ആലപ്പുഴ വന്നിട്ട് അവരെങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ ചോദിച്ചവർക്കൊന്നും അറിയാൻ പാടില്ല. ഇവിടുത്തെ ഇപ്പം നാട്ടിൽ മുഴുവൻ ബംഗാളികളല്ലേ, ആരോടും ചോദിക്കാനില്ലല്ലോ നമുക്ക്. മലയാളികളെല്ലാം പോയില്ലേ ഇവിടുന്ന്.
അപ്പോൾ നമുക്ക് വഴി ചോദിക്കാൻ പോലും ഇപ്പോൾ നാട്ടിൽ ആളില്ലാത്ത അവസ്ഥയായി. അതുപോട്ടെ. അപ്പോൾ എന്ത് സംഭവം, അയാൾ അവർ ചോദിച്ചവരാരും അവരോട് കൃത്യമായിട്ട് കാര്യം പറഞ്ഞില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർ യൂട്യൂബിൽ കാണുന്ന അതേ തിരമാല മേഘം, കൃപാസനത്തിൻ്റെ മേഘം, മാതാവിൻ്റെ മേഘം ആകാശത്ത് കാണുന്നു. അപ്പം ഇവളോട് മനസ്സിൽ പറയുന്നുണ്ട്, നീ ആ മേഘത്തെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്, തിരമാല മേഘത്തെ. ഉടനെ ഈ സ്ത്രീ തിരമാല മേഘത്തെ ചോദിച്ചു, ചേട്ടാ ഇത് മാതാവിൻ്റെ മേഘമാണ്, നമുക്കിതിൻ്റെ കൂടെ പോകാമെന്ന് പറയും. നമ്മൾ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ബൈബിൾ കാലഘട്ടത്തിൽ കിഴക്ക് കർത്താവിൻ്റെ നക്ഷത്രം, ഉണ്ണീശോയുടെ നക്ഷത്രം കണ്ടതുപോലെ ഇവരുടെ കൂടെ ഈ മേഘം തിരിച്ചു പോരും. അവർ പറയണത് ഞങ്ങൾ ഈ മേഘത്തിൻ്റെ കൂടെ പോകുന്നു, മേഘം എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കിയിട്ട് പോകുന്നു. ഇവിടെ വന്നപ്പോൾ മേഘം നിന്നെന്ന്, പിന്നെ മേഘം കാണാനില്ലെന്ന്. അത് വിശ്വാസം. ദൈവം എന്തറ്റ കൈ ചെയ്യും. നമുക്ക് ഉടമ്പടി ലോകത്തേക്ക് ഉടമ്പടി ലോകത്തിന് വേണ്ടി ദൈവം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതാണ്. മാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തകാലത്ത് ദൈവിക പദ്ധതിയായിട്ട് ഉടമ്പടി ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ്. ഇനി ദൈവം ഇതിനോട് സത്യസന്ധത കാണിക്കുന്നത് ആരാണ്? അവരോടെല്ലാം ദൈവത്തിൻ്റെ തനിനിറം കാണുവർ. ദൈവം എന്ത് ചെയ്യാൻ തയ്യാറാവും? അവരോടെ കൊണ്ടുവന്നാക്കി അവർ സാക്ഷ്യം പറയുമ്പോഴല്ലേ നമ്മളറിയണം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. സാക്ഷ്യം പറയുമ്പോഴാണ് നമ്മൾ അറിയണത് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് ബൈബിളിൽ മാത്രമല്ല, ബൈബിളിൽ നടക്കുന്നതിനേക്കാൾ, അതായത് നമ്മൾക്കിതിൻ്റെ ജ്ഞാനസൂത്രങ്ങൾ അറിയണം. ഉടമ്പടിയുടെ ഒരു നോ ഹൗ അറിഞ്ഞു കഴിഞ്ഞാൽ, അതനുസരിച്ച് ഷാർപ്പ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെവി ഡ്യൂട്ടി ചെയ്യാൻ പറ്റും. ഹെവി ഡ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം ഹെവി ഡ്യൂട്ടി ചെയ്യണ എന്ത് സംഭവമാണ്? JCB ആണ് ഹെവി ഡ്യൂട്ടി ചെയ്യണം അല്ലേ? തെങ്ങൊക്കെ പണ്ട് ആനയെ കൊണ്ടുവന്ന് നമ്മൾ തെങ്ങ് പറപ്പിക്കുമായിരുന്നു. ഇപ്പം JCB അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി പറിച്ച് കൃത്യമായിട്ട് 1 മണിക്കൂറോട് പണിയെല്ലാം കഴിയും. ഹെവി ഡ്യൂട്ടി എന്ന് പറയും അതിനെ. ഉടമ്പടിയുടെ ഒരു പ്രത്യേകത ഇങ്ങനെ ഹെവി ഡ്യൂട്ടി ചെയ്യണതാണ്. നിന്റെ ഡ്യൂട്ടി നിലവിലുള്ള പ്രാർത്ഥനാക്രമങ്ങൾ കൊണ്ട് നടന്നില്ലെങ്കിൽ പിന്നെ പുൾ ഔട്ട് ചെയ്യാനുള്ള മാർഗം ഉടമ്പടിയാണ്. അതാണ് ഞാൻ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളെ കുറിച്ച് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരിക്കലും ഞാൻ ഈ അമ്പലപ്പുഴ ഇടവകയിരിക്കുന്നു. അമ്പലപ്പുഴ സെൻറ് തോമസ് പള്ളി. അപ്പം ഞാൻ അവിടെ ഒരു 6 കൊല്ലം ഇരുന്നു. 6 കൊല്ലം ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം വർഗീസ് എന്ന് പറഞ്ഞ സഹോദരൻ, അവിടുത്തെ ഗ്രിഗോറിയസ് പള്ളിയിലെ സഹോദരൻ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം അമ്പലപ്പുഴ ഹോസ്പിറ്റലിൽ വന്ന കുഞ്ഞിനെയും കൊണ്ട്. കുഞ്ഞിന് എന്തോ ഒക്കെ അമീബിക്കായിട്ടുള്ള എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് കുഞ്ഞിനെ കാണിക്കാൻ വന്നു. കുഞ്ഞിനെ അസുഖം തീരണില്ല. അപ്പോൾ അവർക്ക് പരിചയമുള്ള, ഈ വർഗീസ് സാറിന് പരിചയമുള്ള ഒരു സിസ്റ്ററുണ്ട്, പീഡിയാട്രിഷ്യൻ. അപ്പോൾ എന്താ വർഗീസ് സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സിസ്റ്റർ ആകപ്പാടെ കുഴപ്പത്തിലാണ് എന്ന് പറയും. പുള്ളി കോൺട്രാക്ട് പണി ചെയ്യണ ആളാണ്, റോഡുണ്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിന് 2 JCB ഉണ്ട്. 2006 2 JCB ഉണ്ട്. അപ്പം അന്ന് കുട്ടനാടൻ വികസനം സ്വാമിനാഥൻ പ്രോജക്റ്റ് ചെയ്യുകയാണ്. അപ്പം അത് നടക്കുന്ന സമയത്ത് അവിടെ അന്ന് നാട്ടിൽ നമ്മൾ ഇതുപോലെ JCB ഇല്ല. അങ്ങേർക്ക് മാത്രമേ 2 എണ്ണം ഉള്ളൂ. വളരെ ഈ ജില്ലയിൽ തന്നെ JCB ഇല്ലായിരുന്ന ഒരു കാലമാണത്, 2005. അപ്പം ഇദ്ദേഹത്തിന് 2 JCBയിൽ 1 എണ്ണം കുട്ടനാടൻ പ്രോജക്റ്റ് ചെയ്ത സമയത്ത് അവിടെ AC കനാലിൽ വീണ് ചെള്ളേപ്പുണ്ട് പോയി. നിങ്ങൾക്കറിയാമല്ലോ, JCB വീണ് കഴിഞ്ഞാൽ പിന്നെ പൊങ്ങാൻ പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് JCB പൊക്കുക? JCB എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഇരുമ്പ് വീല് തന്നെ ഏതാണ്ട് 2000-6000 ഒക്കെ ടണ്ണ് ഭാരമുള്ള സാധനമാണ്. ഇത് ചെള്ളേപ്പുണ്ട്. ഇവർ ചെയ്യാവുന്ന പരിപാടിയെല്ലാം ചെയ്ത് ക്രെയിനൊക്കെ കൊണ്ടുവന്നിട്ടും ഖലാസികളെ കൊണ്ടുവന്നിട്ടും JCB പൊങ്ങണില്ല. അപ്പം അതുകൊണ്ട് വർക്ക് നടക്കണില്ല. ഇനി അത് കിട്ടുമോയെന്ന് തന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ജെസ്സി അമ്മ ഇപ്പോഴും ഉണ്ട് അവിടെ. അവർ പറഞ്ഞ് അച്ഛനെ ഒന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ വർഗീസ് അതിൻ്റെ വന്ന് എൻ്റെ വന്ന് അച്ഛാ ഇങ്ങനെയൊരു സംഭവമുണ്ട്, JCB ചെള്ളേപ്പുണ്ട്, പൊങ്ങണില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെയുള്ള കേട്ട് കഴിഞ്ഞാലോ ഒന്നും അയ്യോ അതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറയത്തില്ല. ഞാൻ അകത്ത് തന്നെ അപ്പം തന്നെ പോയിട്ട് ഒരു കുരിശുരൂപ എടുത്തിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. എന്നിട്ട് അതിൻ്റെ അകത്ത് എംപവർ ചെയ്യുന്ന പ്രയറുണ്ട്, പ്രത്യേക പ്രയറുണ്ട്. ആ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പ്രയർ ചൊല്ലിയിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു. ഇനി ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്താ? ഇദ്ദേഹം നമ്മ കൊടുക്കുമ്പോൾ ഓർക്കേണ്ട വിഷയം, ആ കൊടുക്കുന്ന സെക്കൻഡ് പാർട്ട്, കൗണ്ടർ പാർട്ട് നല്ല എബിലിറ്റി, കഴിവുള്ള ആളായിരിക്കണം. കഴിവെന്ന് പറയുന്നത്
വിശ്വാസത്തിൽ ഇപ്പം നിങ്ങൾ ഉടമ്പടി കാശിന് കൊണ്ടുപോയി 10 പേര് കൊണ്ടുപോയാൽ ഒരാളല്ലേ ഉടമ്പടി കാശിന് സാക്ഷ്യം പറയുന്നുള്ളൂ, അല്ലെങ്കിൽ 2 പേര് പറയാമായിരിക്കും. 8 പേര് അത് ഉപയോഗിക്കാൻ അർഹരല്ല, അവർക്ക് അറിയത്തില്ല അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പം നമ്മൾ അത് ഇൻകൾക്കേറ്റ് ചെയ്ത പവർ റിലീസ് ചെയ്യണം. പ്രൊമിത്ര അങ്ങനെയാണല്ലേ, റിലീസ് ചെയ്യണമെങ്കിൽ ആ പവർ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ സെയിം പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത്. സെയിം പ്രിൻസിപ്പിൾ എന്താണ്? എന്ത് പവറിൽ എന്തിലാണ് അതിൻ്റെ എന്ത് ഫോർമുലയാണ് എൻ്റെ പവർ ഇൻകൾക്കേറ്റ് ചെയ്യണത്? നിങ്ങളുടെ ഉടമ്പടി ഉപ്പിലായാലും ഉടമ്പടി കാശുരൂപത്തിലായാലും ഉടമ്പടി തൈലത്തിലായാലും പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 Corinthians 1:24 പവർ. 1 Corinthians 1:24. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അതാണ്. അപ്പൊ 1 Corinthians 1:24 ഇൻകൾക്കേറ്റ് ചെയ്യണത് ഇതിൻ്റെ അകത്ത്. അതെങ്ങനെയാണ്? അതാരാണ്? ക്രിസ്തുവാണ്. വിളിക്കപ്പെട്ടവർക്ക് ക്രിസ്തു ആരാണ്? ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനവും പിന്നെ എന്താണ്? ദൈവത്തിന്റെ ശക്തിയുമാണ്. ഈ നമ്മൾക്കറിയാമല്ലേ, തീർത്ഥാടന ഉടമ്പടിയിൽ ഓൺലൈൻ ഉടമ്പടി നിറച്ച വസ്തുക്കളില്ല, വെർച്വൽ ഉടമ്പടി നിറച്ച വസ്തുക്കളില്ല. നിറച്ച വസ്തുക്കളുള്ള എന്തിനാണ്? തീർത്ഥാടന ഉടമ്പടിക്കേ ഉള്ളൂ. തീർത്ഥാടന ഉടമ്പടിയിൽ കൊടുത്തിരിക്കുന്ന ഈ പവർ, ഇൻകൾക്കേറ്റിരിക്കുന്ന പവർ ക്രിസ്തു അതെന്ത് തത്വത്തിലാണ് ചെയ്തിരിക്കുന്നത്? അത് റോമ 10:9 അനുസരിച്ചാണ്. റോമ 10:9 എന്താ? ക്രിസ്തുവിനെ പ്രാപിക്കാൻ, പവർ പ്രാപിക്കാൻ വേണ്ടി അവിടെ ഒരു ഫോർമുല പറയുന്നുണ്ട്. റോമ 10:9. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ആകയാൽ പറഞ്ഞേ, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷ ആണ് പ്രാപിക്കേണ്ടത് അല്ലേ? നമുക്ക് പ്രാപിക്കേണ്ടത് എന്താണ്? രക്ഷ. രക്ഷ എന്ന് പറഞ്ഞത് ആരാ? ക്രിസ്തു. 2:30 എടുത്ത് ലുക്ക 2:30. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ലൂക്ക 2:30. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ശെമയോൻ ദീർഘദർശിയുടെ കയ്യിൽ ഈശോനെ അമ്മമാതാവ് കൊടുക്കുമ്പോഴാണ് ശെമയോൻ ഇത് പറയണത്. അമ്മമാതാവ് ഈശോനെ കൊടുക്കുമ്പോ ഈശോ ആരാണ്? കത്തോലിക്കന് മാത്രമുള്ളതല്ല, CSIക്കാരനും പെന്തക്കോസുകാരനും മാത്രമുള്ളതല്ല, മുസ്ലിംസിനും മാത്രമുള്ളതല്ല, ഹിന്ദുസിനും മാത്രമുള്ളതല്ല, എല്ലാ പാർസികൾക്കും ചൈനക്കാർക്കും എല്ലാം വേണ്ടിയുള്ളതാണ്. സകല മനുഷ്യർക്ക് പറഞ്ഞ് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പൊ ശെമയോൻ കണ്ട സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തു ബൈ സബ്സ്റ്റൻസ് എസൻസ് ആരാണ്? 1 Corinthians 1:24 എന്താണ്? ദൈവത്തിന്റെ ജ്ഞാനമാണ്. ദാറ്റ് ഇസ് തിയറി, സിദ്ധാന്തം. എന്നുവെച്ചാൽ ക്രിസ്തുവിനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ, സങ്കീർത്തനം 32:8. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. 32-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പൊ ക്രിസ്തു ആരാണെന്നാ പറഞ്ഞത്? 1 Corinthians 1:24 ദൈവത്തിന്റെ ജ്ഞാനവും, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? തിയറി, ആശയം. എന്താ? ദൈവത്തിന്റെ ശക്തി, പ്രയോഗം. ഒരു തിയറി ഒരു പ്രാക്ടിക്കൽ ഉണ്ടാണെങ്കിൽ എന്ത് വേണം? ആദ്യം എന്ത് വേണം? തിയറി വേണം. ക്രിസ്തു ഒരേ സമയം തന്നെ ആരൊക്കെയാണ്? തിയറിയുമാണ് പ്രാക്ടിക്കലുമാണ്. ക്രിസ്തു എന്ന ശക്തിയെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാം. അതുകൊണ്ടാണ് ക്രിസ്തു വണ്ടർഫുൾ കൗൺസിലർ എന്ന് പറയണത്. സമാധാന പ്രഭു, ശക്തനായ പിതാവ് എന്നൊക്കെ പറയും. അതായത് ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ
നമ്മൾ നടക്കേണ്ട വഴി നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കാവും. ഇങ്ങനെ തോന്നിക്കുന്നതിന് വേണ്ടിയാണ് ആലോചനയുടെ ആത്മാവിനെ തരണത്. ക്രിസ്തുവിൻ്റെ, നമ്മുടെ കൂടെയുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് ഇഫക്റ്റീവ് ആക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ വിശ്വസിക്കുന്നവർക്കും അനുദപിക്കുന്നവർക്കും ലൂക്ക 2:17 അനുസരിച്ച്, നടപടി 2:17, 2:30, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, 2:17 നടപടി പുസ്തകം. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരമേൽ പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരമേൽ പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:17. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങൾ പശ്ചാത്തപിക്കുകയും പാപം. സഹോദരങ്ങളെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ കരമേൽ പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരമേൽ പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:38. അപ്പോസ്തല പ്രവർത്തനം 2:38. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ അരൂപി നമ്മളിൽ ആക്ടിവേറ്റ് ആക്കുന്നതും ക്രിസ്തുവിന്റെ ശക്തിയുടെ വ്യത്യസ്തങ്ങളായ വരദാനങ്ങളെ അനുഭവവേദ്യമാക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണതും സുവിശേഷത്തെ വിശ്വസിക്കണം. അതുകൊണ്ടാണ് സുവിശേഷത്തെ വിശ്വസിക്കുക. അതൊക്കെ മുമ്പ് എന്താ ചെയ്യേണ്ടത്? വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അനുതാപം വരേണ്ടത്. ഇപ്പം മർക്കോസ് 1:15 അതേസമയം തന്നെ നടപടി 2:38 ദൈവം മുന്നോട്ട് വെക്കുന്ന പ്രൈമറി കണ്ടീഷൻ അനുതാപമാണ്. അനുതാപത്തിലൂടെ ക്രിസ്തുവിന് നിങ്ങൾക്ക് ലഭിക്കുന്നു, അനുതാപത്തിലൂടെ ആത്മാവിന് നിങ്ങൾക്ക് ലഭിക്കുന്നു. അഭിഷേകത്തോടെ ദൈവത്തിൻ്റെ കൈയും കാലുമായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ദൈവത്തിന്റെ വിളി ലഭിക്കുന്നു. ശ്രുതികട്ടെ. ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്.
നിങ്ങളുടെ രോഗങ്ങൾ ഒരു കൈ ഇടത് നെഞ്ചിലും ഒരു കൈ ശിരസിലുമാണ് വെക്കേണ്ടത്. ശരീരത്തിലെ മുഴുവൻ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവഹിക്കുന്ന സമയത്ത് ഭാഷാവരം കിട്ടുന്നവർ ഭാഷാവരം ശ്രദ്ധിക്കുക, അല്ലാത്തവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിലെ കർത്താവിന്റെ നാമത്തിലെ കർത്താവിന്റെ തിരുരക്തം നിങ്ങളുടെ ശിരസിൽ വീഴട്ടെ. നിങ്ങളുടെ സന്ധിബന്ധങ്ങളിൽ കർത്താവിന്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസ പേശികളിൽ കർത്താവിന്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ സന്ധിബന്ധങ്ങളുടെ രക്ത ഞരമ്പുകളിൽ കർത്താവിന്റെ രക്തം നിറയട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ രക്തം നിറയട്ടെ. 38 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഇവിടെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരവേദികള്, ക്യാൻസർ രോഗങ്ങള്, കരരോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, പങ്ക്രിയാസ് രോഗങ്ങള്, ത്വച രോഗങ്ങള്, പിശുടി രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, ജോലി, വീട്, വിവാഹം, പരീക്ഷ, ഇന്റർവ്യൂ, യാത്ര, ജപ്തി, കടങ്ങള്, കടകള്, വരുമാന മാർഗങ്ങള്, അതുപോലെ തന്നെ കടകമ്പോളങ്ങള്, വ്യാപാര വ്യവസായശാലകള്, മക്കളില്ലാത്തവര്, ഗർഭത്തിലെ അസുഖമുള്ളവര്, കുഞ്ഞിന് അസുഖമുള്ളവര്, അങ്ങനെ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ, കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, മക്കളില്ലാത്തവര്, ഈശോയെ, ഗർഭത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഗർഭശിശുവിന് വിഷമങ്ങളുള്ളവര്, രോഗമുള്ളവര്, വിദേശ യാത്രയ്ക്ക് തടസ്സമുള്ളവര്, വിദേശത്ത് തിരിച്ചു പോരാൻ പറ്റാത്തവര്, കർത്താവ് തിരിച്ചു പോരാൻ പറ്റാത്തവര്, വിദേശത്ത് ജോലി കിട്ടാതെ വിഷമിക്കുന്നവര്, കർത്താവ് പരീക്ഷ എഴുതിയവര്, കർത്താവ് പരീക്ഷ തോറ്റവര്, വീണ്ടും എഴുതാൻ അറിയാതെ പരീക്ഷ കൊടുത്തവര്, വീണ്ടും എഴുതാൻ പോകുന്നവര്, ഇന്റർവ്യൂ ടെസ്റ്റ് പാസ്സായവര്, കർത്താവ് ഇന്റർവ്യൂ ടെസ്റ്റ് ഒരുങ്ങുന്നവര്, കർത്താവ് വസ്തുവിന്റെ കടങ്ങള്, വസ്തുവിന്റെ വിൽപ്പന, വസ്തുവിന്റെ വാസയോഗ്യമായ ഭവനമില്ലാത്തവര്, വസ്തുക്കൾ വിൽക്കാനുള്ളവര്, ഭവനങ്ങൾ വിൽക്കാനുള്ളവര്, കർത്താവ് കുഞ്ഞുങ്ങളുടെ പരീക്ഷ, അഡ്മിഷൻ, കർത്താവ് യൂണിവേഴ്സിറ്റികളിലെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ, അങ്ങനെ വ്യത്യസ്തമായ ജീവിത അവസ്ഥകളുടെ മേൽ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സത്യം കണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,